ക്യാപ്റ്റനെ ക്ലീൻ ബൗൾഡാക്കുന്നതാകും ധർമ്മടത്തെ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ്. ധർമ്മടം കോട്ടയാണെന്ന ഇടതുപക്ഷത്തിന്റെ വിശ്വാസം ഇത്തവണ തകരുമെന്നും സ്വന്തം MLA-യുടെ കാൽപാദം പതിയാത്ത മണ്ണാണ് ധർമ്മടമെന്നും അബ്ദുൾ റഷീദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ജനവിധി തേടുന്ന ധർമ്മടം. ആ ധർമ്മടത്ത് പോരിനിറങ്ങുകയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ്. പര്യടനത്തിന്റെ തിരക്കിലാണ്. ഇന്നിപ്പോൾ പിണറായി വിജയൻ പഠിച്ച ബ്രണ്ണനിലാണ് പ്രചരണത്തിനെത്തിയപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത്. എങ്ങനെയുണ്ട് ധർമ്മടത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം? വലിയ ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ സ്വീകരിക്കുന്നത്. കാരണം ഓരോ ക്ലാസ് റൂമിൽ പോയി ഞാൻ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പഠിച്ച കലാലയാണ് ബ്രണ്ണൻ കോളേജ്. ഈ ബ്രണ്ണൻ കോളേജിനകത്ത് എന്താണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തത്? രാജകീയ കലാലയാണ്. പുതുതായി കോഴ്സുകൾ അനുവദിച്ചോ? പറയട്ടെ. ആ അനുവദിച്ച കോഴ്സുകൾക്ക് അധ്യാപക തസ്തികകൾ അനുവദിച്ചോ? അത് പറയട്ടെ. ആനുപാതികമായി ജീവനക്കാരുടെ തസ്തികകൾ അനുവദിച്ചോ? അത് പറയട്ടെ. ഇവിടെ ഏത് കോഴ്സാണ് പുതുതായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിഭാവനം ചെയ്തത്? അത് പറയട്ടെ. നല്ലൊരു ക്യാൻറ്റീൻ ഉണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ തൊട്ട് പുറകിലാണ് കുടുംബശ്രീയുടെ ഒരു ക്യാൻറ്റീൻ, ഒരു ചായ്പിൽ പ്രവർത്തിക്കുകയാണ്. 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ് IHRD കോളേജ്. വാടക കെട്ടിടത്തിൽ ചരിത്രത്തിൽ കേരളത്തിൽ എവിടെയുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. IHRD കോളേജ് വാടക കെട്ടിടത്തിനകത്ത് പ്രവർത്തിക്കുകയാണ്. പിണറായി പഞ്ചായത്തിലെ ഒരു ബിൽഡിങ്ങിന്റെ 4ാമത്തെ നിലയിൽ. എന്തൊരു ദയനീയമാണ്. പുതുതായി കോഴ്സുകളില്ല. ആർക്കാണ് ഈ ധർമ്മടത്ത്? ഇപ്പൊ സഖാക്കളൊക്കെ പറയാണ് ഒന്നും മാറണം, ഞങ്ങൾക്ക് MLA കാണാൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്നലെ ഒരാളോട് പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കാനാണ്. ഞാൻ ധർമ്മടത്തെ വോട്ടർമാരോട് പറയാണ്, നിങ്ങൾ വീട്ടിൽ ആ ഭാഷയൊന്നും കേൾക്കേണ്ടവരല്ല. നിങ്ങൾ ഈ ധിക്കാരവും അഹങ്കാരവും അനുഭവിക്കേണ്ടവരല്ല. നിങ്ങൾ ഈ CPIM പറയുന്ന അവരുടെ കോട്ടയാണിത്. ഇവിടെ ഒരു ഇളക്കവും സംഭവിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ മത്സരിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റത്തിനും സാധ്യതയില്ല. റഷീദ് ഇങ്ങനെ മത്സരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് CPIM പറയുന്നത്. അങ്ങനെ കുറെ കോട്ടയുണ്ടായിരുന്നു. ഞാൻ തളിപ്പറമ്പിൽ മത്സരിച്ചപ്പോഴും പറഞ്ഞു 40,000-ന്റെ ഭൂരിപക്ഷമായിരുന്നു. അത് എത്രയായി എന്നുള്ളത് ഗോവിന്ദ മാസ്റ്ററോട് ചോദിച്ചാൽ അങ്ങനെ പറയുന്നവര് രാഷ്ട്രീയമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ, ലോക മലയാളികൾ മുഴുവൻ കാത്തേക്കാണ്. വിദ്യാർത്ഥികൾ, യുവാക്കൾ, യുവതികൾ, അവരുടെ മുഴുവൻ പ്രയാസങ്ങൾ, ആശാവർക്കർമാർ, അംഗനവാടി ടീച്ചർമാർ, അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, ശബരിമല വിശ്വാസികൾ എല്ലാവരും ഇങ്ങനെ അരക്കെട്ടുറപ്പിച്ച് കാത്തേക്കാണ്. ഈ ധർമ്മടത്ത് മുഴുവൻ മലയാളികളുടെയും പ്രാർത്ഥന. 139 സ്ഥലത്തും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പിണറായി വിജയനെ തോപ്പിക്കാനാണ്. അതുകൊണ്ട് ഒരു തർക്കവുമില്ല. ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വ്യത്യാസം ഇതൊരു കോട്ടയൊന്നുമല്ല. വ്യത്യാസം എന്ന് പറഞ്ഞാൽ കേവലം 2000 വോട്ടിന്റെ 2500 വോട്ടിന്റെ മാത്രമാണ്. അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിയും കേരളത്തിലെ ജനങ്ങൾ. അവരവരുടെ ക്യാപ്റ്റനെന്ന് വിശേഷിപ്പിക്കുകയാണ്. ആ ക്യാപ്റ്റനെ ക്ലീൻ ബൗൾഡാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങളുടെ ഇന്നിങ്സ് തുടങ്ങും. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി ഈ ധർമ്മടത്ത് നടക്കും. ഇടതുപക്ഷം വളരെ ദയനീയമായി പരാജയപ്പെടും. ഞങ്ങൾ ജയിക്കും. ധർമ്മടത്ത് നിന്ന് UDF മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യാനുള്ള MLA ആദ്യമായി ഈ തെരഞ്ഞെടുപ്പിനകത്ത് കടന്നുപോകും. ഏതായാലും വലിയ ആത്മവിശ്വാസമാണ് റഷീദ് പങ്കുവയ്ക്കുന്നത്. ക്യാപ്റ്റനെ ക്ലീൻ ബൗൾഡാക്കി ഒരു അട്ടിമറിയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.